ഹലോ ടാരറ്റ് ലവേഴ്സ്, എല്ലാവർക്കും ബ്രോസ് ടാരോട്ട് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് സംസാരിക്കാനായിട്ട് താല്പര്യപ്പെടാത്തത്, എന്തുകൊണ്ടാണ് അവരിപ്പോൾ സംസാരിക്കാനൊക്കെ വരുമ്പോഴത്തേക്ക് ഒഴിഞ്ഞു മാറിപ്പോകുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് റീഡിങ്ങിൽ നിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇവിടെ കാർഡ്സൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വ്യക്തി ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വ്യക്തി നിങ്ങളോട് ആ ഒരു തെറ്റ് ചെയ്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വ്യക്തിയോട് ചെറിയൊരു ഇഷ്ടക്കുറവ് എന്നല്ല, ഒരു അക്സെപ്റ്റ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടുന്നുണ്ട് നിങ്ങൾ. ഈ വ്യക്തി അത് നിങ്ങളോട് ചെയ്തു എന്നുള്ളൊരു വിഷമം നിങ്ങളുടെ ഉള്ളിലുണ്ട്. പലപ്പോഴായിട്ടും ഈ വ്യക്തി നിങ്ങളോട് ഇങ്ങനെ ഫോർഗീവ്നെസ്സൊക്കെ ചോദിച്ച് പുറകെ നടക്കുന്നുണ്ടായിട്ടുണ്ടാവാം. ഓക്കെ, അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യാതെ വന്നപ്പോൾ വളരെയധികം വിഷമവും സങ്കടവും വളരെ ദേഷ്യവും ഒക്കെയാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ തോന്നിക്കൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങൾ ആ ഒരു സംഭവം നേരിട്ട് സംസാരിക്കാതെ രണ്ടുപേരും ഒരുമിച്ച് ആ ഒരു കാര്യത്തെക്കുറിച്ച് ക്ലിയറായിട്ട് ഒരു ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കാതെ വന്നതുകൊണ്ട് തന്നെ അവിടെ ആ ഉള്ളൊരു പ്രശ്നം വീണ്ടും വീണ്ടും വളർന്നുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് ഇവിടെ നമ്മളോട് കാർഡ്സ് പറയുന്നത്. ഇപ്പോൾ ആ വ്യക്തി ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ഷമിക്കാനായിട്ട് നിങ്ങൾ തയ്യാറല്ല എന്നത് തന്നെയാണ് ഇപ്പോഴും ഇവിടെ കാർഡ്സ് പറയുന്നത്. പക്ഷേ നമ്മളത് കൊടുക്കുന്നതോടുകൂടി, അതായത് ആ വ്യക്തിയോട് നമ്മൾ ക്ഷമിക്കുന്നതോടുകൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളൊക്കെ മാറും എന്ന് തന്നെയാണ്. ഈ വ്യക്തി മെയിനായിട്ടും നിങ്ങളോട് മിണ്ടാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കാനായിട്ട് വരുമ്പോൾ തന്നെ നിങ്ങളുടെ ആ ഒരു ഫേസും നിങ്ങളുടെ ആ ഒരു ആ വ്യക്തിയോട് ഉള്ള ബിഹേവിയർ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളോട് സംസാരിക്കാനും ഈ വ്യക്തിയുടെ ഉള്ളിൽ ഒരു ഭയങ്കര ഗിൽറ്റ് ഫീല് ഈ വ്യക്തിയുടെ ഉള്ളിൽ തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് സംസാരിക്കാനായിട്ടൊക്കെ ഈ വ്യക്തിക്ക് വളരെയധികം ഒരു നാണക്കേട് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങനെ ചെയ്തു പോയത് കൊണ്ടാണ് ഇപ്പോൾ എന്നോട് ഇങ്ങനെ തോന്നുന്നത് എന്നുള്ളൊരു ഫീലൊക്കെ ഈ വ്യക്തിക്കുണ്ട്. അപ്പോൾ ഈ വ്യക്തിക്ക് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളുടെ മുന്നിൽ വരാനായിട്ട് വളരെയധികം നാണക്കേട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ മുഖം കാണുമ്പോൾ നിങ്ങളിപ്പോഴും ഈ വ്യക്തിക്ക് ഒരു ക്ഷമിച്ചിട്ടില്ല എന്ന് തന്നെയാണ്, ഈ വ്യക്തിയോട് നിങ്ങൾ ക്ഷമിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. അപ്പോൾ ഈ വ്യക്തിക്ക് അത് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാരണം കൊണ്ട് തന്നെ വളരെയധികം വിഷമം ഈ വ്യക്തി അനുഭവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളും അനുഭവിക്കുന്നുണ്ട്. കാരണം ഈ വ്യക്തി കാരണമാണ് അത് സംഭവിച്ചത് എന്നുള്ളൊരു ഫീലും ഈ വ്യക്തിക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് ഇനിയും അതിനെ വളരാൻ അനുവദിക്കാതെ, അതായത് ആ വേരോട് കൂടി പറിച്ചു മാറ്റാൻ തന്നെയാണ് ഇവിടെ നമ്മളോട് യൂണിവേഴ്സ് പറയാനായിട്ട് ശ്രമിക്കുന്നത്. അതായത് ആ ഒരു കാര്യം അത് നിങ്ങൾക്കിടയിൽ നടക്കേണ്ടതായിരുന്നു. ഓക്കെ, ആ ഒരു പ്രശ്നം എന്തായാലും വരേണ്ടത് തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങളോട് ക്ഷമിക്കുക എന്ന് തന്നെയാണ് ഇവിടെ നമ്മുടെ കാർഡ്സ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, യൂണിവേഴ്സ് നമ്മളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, നമ്മളിവിടെ ഫോർഗീവ്നെസ് കാർഡ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വേരിനെ ആ ഒരു പ്രശ്നത്തെ വെച്ച് പൊറുപ്പിക്കാതെ ഉടൻ തന്നെ സോൾവ് ചെയ്യാൻ ശ്രമിക്കൂ, അതായത് ഫോർഗീവ് ചെയ്യൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമുക്കിവിടെ ലെറ്റിംഗ് ഗോ കാർഡ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എല്ലാം ദൈവത്തിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കൂ എന്നാണ് ഇവിടെ നമ്മളോട് കാർഡ്സ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ഇൻഡ്യൂഷനിലൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടാവാം, ഇപ്പോൾ ഞാൻ ഫോർഗീവ് ചെയ്തില്ലെങ്കിൽ ഇത് വളരെയധികം വലിയ പ്രശ്നത്തിലോട്ട് പോകും, പിന്നീട് അത് വേറെ വലിയ പ്രശ്നമാകും എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു സൈൻ തന്നെയാണ്. അപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, അത് നമ്മൾ സോൾവ് ചെയ്യുക. ഇത് സോൾവ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളൊക്കെ കിട്ടും. അതായത് നിങ്ങളുടെ ആ ഒരു സോൾ പർപ്പസ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേജ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങുന്നതാണ്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് വളരെ പ്രശ്നങ്ങളുണ്ടാവാം. ഓക്കെ, അപ്പോൾ അതിലോട്ടൊക്കെ നിങ്ങളെ എത്തിക്കും. ഓക്കെ, നിങ്ങളുടെ ആ ഒരു മൈൻഡിനെ, അതായത് നിങ്ങൾ എങ്ങനെയാണ് ഒരു സിറ്റുവേഷൻ എടുക്കുന്നത്, ഓക്കെ, എങ്ങനെയാണ് അത് സോൾവ് ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മളുടെ ഇവിടെ യൂണിവേഴ്സ് ഇവിടെ ടെസ്റ്റ് ചെയ്യാനായിട്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇനി അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ കേപ്പബിൾ ആണോ എന്നൊക്കെയാണ് ഇവിടെ നോക്കുന്നത്.
അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പഠിക്കുക. ഇപ്പോൾ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഡൗൺ ആയി പോവുകയും അതിനെ ചൊല്ലി വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒരു സ്വഭാവം, ആ ഒരു ഇത് വിടുക എന്നാണ് ഇവിടെ നമ്മളോട് യൂണിവേഴ്സ് പറയാനായിട്ട് ശ്രമിക്കുന്നത്. കാരണം അത് നമ്മളിങ്ങനെ പിടിച്ചു വെക്കും തോറും നമ്മൾ കൂടുതൽ നമ്മളുടെ എനർജി ഡ്രോപ്പ് ആവുകയും വളരെ പ്രശ്നത്തിലോട്ട് വീണ്ടും വീണ്ടും പോവുകയുമാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ വിട്ട് കളഞ്ഞിട്ട് നമ്മൾക്ക് ചെയ്യാനുള്ള ഡ്യൂട്ടികൾ നമ്മൾ ചെയ്യുക എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. വേറെ എന്തെങ്കിലും പ്ലാനുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ബിസിനസ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പുതിയ പഠിക്കാനായിട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ, ഓക്കെ, അതിലോട്ട് ഫോക്കസ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കേണ്ടത് എന്ന് തന്നെയാണ് നമ്മളോട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വ്യക്തി മിണ്ടാതിരിക്കുന്നതിൻ്റെ കാരണം ഇത് തന്നെയാണ്. നിങ്ങൾ ആ വ്യക്തിയോട് ക്ഷമിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ വ്യക്തിയുടെയും പ്രശ്നം. അപ്പോൾ നിങ്ങൾ ആ ഒരു ഈ ഒരു ചങ്ങലയിൽ നിന്ന്, അതായത് ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങൾ ബ്രേക്ക് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഡൗൺ ആയി പോകുന്ന ഒരു വ്യക്തിയൊക്കെ ആയിരിക്കാം നിങ്ങൾ. അപ്പോൾ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങൾ ബ്രേക്ക് ചെയ്ത് പുറത്തോട്ട് വരണം എന്ന് തന്നെയാണ്. അതായത് ഒരു ഇൻഡിപെൻഡൻ്റ് ആവണം എന്ന് തന്നെയാണ് നമ്മളോട് ഇവിടെ യൂണിവേഴ്സ് പറയാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ, അപ്പോൾ ഇതേപോലത്തെ എന്തെങ്കിലും തല്ലുപിടിക്കുന്ന പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാണെങ്കിൽ തന്നെ അത് ദൈവത്തിനോട് വിട്ടുകൊടുക്കുക. ഓക്കെ, ദൈവത്തിലേക്ക് അത് വിട്ടുകൊടുക്കാൻ ശ്രമിക്കുക എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ഈ വ്യക്തിയോട് നിങ്ങൾ ക്ഷമിക്കണം എന്ന് തന്നെയാണ്. ഓക്കെ, ഈ വ്യക്തിയോട് നിങ്ങൾ സംസാരിക്കണം. ഈ വ്യക്തി സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ ആ വ്യക്തിയുടെ ആ മുഖത്ത് ആ ഒരു പേടി നിങ്ങൾ കാണാറുണ്ട് എപ്പോഴും. ഓക്കെ, അപ്പോൾ അവർക്കും അത് ഫീലാകുന്നുണ്ട് നിങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ അവർക്ക് മിണ്ടാനുള്ള ആ ഒരു ത്വര അത് ഇല്ലാണ്ടാവുന്നത് മാത്രമാണ് ഇവിടെ സംഭവിക്കുന്നത്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു മതിൽക്കെട്ടുകൾ ഇങ്ങനെ ചുറ്റിലും പണിഞ്ഞു കൂട്ടുന്ന പോലെ ആയിരിക്കും ഇതിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ഒരു കാര്യം ഈ വ്യക്തിയോട് പറയുന്നുണ്ടാവില്ലായിരിക്കാം, പഴയതുപോലെ സംസാരിക്കുന്നുണ്ടാവില്ലായിരിക്കാം. അപ്പോൾ ഇതൊക്കെ ഈ വ്യക്തിയെ വളരെയധികം അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇവരുടെ ജോലിയിലായാലും, അതായത് ഇവരുടെ ആ ഒരു ഇമോഷണലി ഉള്ള കാര്യങ്ങളിലൊക്കെ ആയാലും ഇവരെ വളരെയധികം ആ ഒരു കാര്യങ്ങളൊക്കെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വ്യക്തിയോട് സംസാരിക്കേണ്ടതാണ്. ഈ വ്യക്തിയുടെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടായിരിക്കാം. ഓക്കെ, ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കാം, വേണമെങ്കിൽ അതൊരു തെറ്റിദ്ധാരണ ആവാം. ഓക്കെ, അതുകൊണ്ടായിരിക്കും പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും നിൽക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ മാറ്റാനായിട്ട് ശ്രമിക്കണം എന്ന് തന്നെയാണ്. ഇപ്പോൾ എന്തെങ്കിലും സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ തന്നെ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഡ്യൂഷനിൽ അതെന്താണോ ശരിയായി തോന്നുന്നത് അത് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്ന് തന്നെയാണ് പറയുന്നത്. എല്ലാ സിറ്റുവേഷനും നമ്മളുടെ ജീവിതത്തിലേക്ക് വരുന്നത് നെഗറ്റീവ് മാത്രം തരാനല്ല, അതിൽ നിന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ വ്യക്തിയോട് നിങ്ങൾ ഫോർഗീവ് ചെയ്യുക, അതായത് ക്ഷമിക്കുക എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. പിന്നെ നിങ്ങളുടെ ഒരു കോൺവെർസേഷൻ്റെ ഇടയ്ക്കൊക്കെ നിങ്ങളിങ്ങനെ കുത്തി സംസാരിക്കുന്നുണ്ടെങ്കിലൊക്കെ തീർച്ചയായിട്ടും അത് സ്റ്റോപ്പ് ചെയ്യുക. ഈ വ്യക്തിയെ ഒരു ഗിൽറ്റി ഫീലിലേക്ക് കൊണ്ടുവരാതിരിക്കുക എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ വ്യക്തിയെ അങ്ങനെ ഫീൽ ചെയ്യിപ്പിക്കാതിരിക്കുക. ആ വ്യക്തി കൂടുതലായിട്ട് അത് ഓർത്ത് വീണ്ടും വീണ്ടും വിഷമിക്കുന്നുണ്ട്. രാത്രിയിലൊക്കെ ഈ വ്യക്തി അത് ഓർത്ത് കൂടുതലും വിഷമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാണെങ്കിൽ അത് ഓർത്ത് ഡൗണായി പോകാതെ അതിനെ മറികടക്കാനായിട്ട് തന്നെയാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലിയുടെ ഓഫറോ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യൂ എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, ഇന്നത് ചെയ്യൂ എന്നൊക്കെ. നിങ്ങളുടെ ആ ഒരു പ്രസൻസ് തന്നെ അവിടെ ധാരാളമാണ്. ഓക്കെ, അതായത് ഈ വ്യക്തിയോട് ഇപ്പോൾ നിങ്ങൾ അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റോപ്പ് ചെയ്യുക. ആ വ്യക്തിക്ക് അറിയാം എന്താണ് ഇത് ചെയ്യേണ്ടത്. നിങ്ങളുടെ പ്രസൻസ് തന്നെ അവിടെ ധാരാളമാണ്. ഓക്കെ, അവർക്ക് നന്നായിട്ടറിയാം.
അതുകൊണ്ട് ഈ വ്യക്തിയിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യാതെ ഇപ്പോഴുള്ള ഓപ്പർച്യൂണിറ്റി എന്താണോ, നിങ്ങളുടെ സോൾ പർപ്പസ് എന്താണോ അതിനെ ഫോളോ ചെയ്യാൻ ശ്രമിക്കൂ എന്നാണ് ഇപ്പോൾ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയോട് ആദ്യം ഫോർഗീവ് ചെയ്യുക. ഓക്കെ, അല്ലാണ്ട് ആരോടും ദേഷ്യം, ഇപ്പം വേറെ ആരോടെങ്കിലുമൊക്കെ ദേഷ്യം വെച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. അതായത് അവരോട് മനസ്സുകൊണ്ട് നമ്മൾ മാപ്പ് പറയുക. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു പോസിറ്റീവ് കാര്യം ഈ വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. ഓക്കെ, അപ്പോൾ പോസിറ്റീവായിട്ടിരിക്കുക. അമ്പലത്തിലൊക്കെ പോകാനായിട്ട് ഇപ്പോൾ തോന്നിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോവുക. ഓക്കെ, അപ്പോൾ ഇത്രയുമുള്ള റീഡിങ്. താങ്ക് യു.